പെട്ടെന്ന് രോഗങ്ങൾ വന്ന് കിടപ്പിലായി പോയ ഒരു ഉമ്മ, ഒരു മാതാവ്. അവർ കിടക്കുന്ന ബെഡിൽ തന്നെയാണ് പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. തൻ്റെ മക്കൾ അത് അറപ്പും വെറുപ്പും കൂടാതെ ശുചീകരിക്കുകയും വൃത്തിയായി ഉമ്മയെ പൊതിഞ്ഞ് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആ മാതാവിനെ ഒരിക്കൽ കണ്ടപ്പോൾ ആ മാതാവ് പറഞ്ഞത്, എൻ്റെ മനസ്സ് വല്ലാതെ എൻ്റെ ആത്മാഭിമാനം പണയം വെക്കുന്നത് പോലെ നാണത്തിലും പ്രയാസത്തിലുമൊക്കെ ആകുന്നു. പ്രത്യേകം ദുആ ചെയ്യണം, പെട്ടെന്ന് ഒരു മരണം സംഭവിക്കുന്നതിലേക്ക് വേണ്ടി. ഇപ്രകാരം ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ കാഷ്ടിക്കുകയും മൂത്രിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മക്കൾക്കൊരു ഭാരമാകുന്നു. എൻ്റെ ജീവിതത്തിൽ 62 വയസ്സുവരെ അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ റബ്ബ് വരുത്തിയിട്ടില്ല. ആ ഉമ്മയുടെ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും ചിന്തകളുമാണ് സഹോദരങ്ങളെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉമർ റളിയല്ലാഹു അൻഹുവും മദീനയിലെ പള്ളിയിലേക്കൊരുക്കെ കയറി ചെല്ലുമ്പോൾ കുഷ്ഠരോഗം കൊണ്ട് മുറിഞ്ഞ കൈകളുമായിരിക്കുന്ന ഒരു സഹോദരനെ കണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മനുഷ്യനെ എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാം പ്രവാചകരെ. അയാൾക്ക് എന്ത് അനുഗ്രഹമാണ് അള്ളാഹു ചെയ്തു കൊടുത്തത്. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഉമറെ അങ്ങനെ പറയരുത്. ആ മുറിഞ്ഞ കരങ്ങൾ കൊണ്ട് ഇപ്പോഴും അയാളുടെ പ്രാഥമികമായ കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള കഴിവ് അള്ളാഹു ബാക്കിയായിട്ടുണ്ട്. അതൊരു അനുഗ്രഹമല്ലേ? ആ കുഷ്ഠരോഗിയായ മനുഷ്യൻ്റെ വായിലേക്ക് ഭക്ഷണം വാരി വെക്കാനുള്ള കഴിവ് ഇപ്പോഴും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് അള്ളാഹു ചെയ്ത മറ്റൊരു അനുഗ്രഹമല്ലേ? അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് റബ്ബിനെ സ്തുതിക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.